ISL 2025-26 സീസണിലെ അവസാന പോരാട്ടത്തിന് നമ്മൾ ഇറങ്ങുകയാണ്. ഈ മാച്ചിന്റെ റിസൾട്ട് നമുക്കത്ര ക്രൂഷ്യലൊന്നുമല്ല. എന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ സീസൺ ഒരു ഹൈയിൽ അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്ലേയേഴ്സിന് ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചാണ്. കാരണം പലരും കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാച്ചിൽ നല്ലപോലെ പെർഫോം ചെയ്യേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതത്ര എളുപ്പമാവില്ല. കാരണം എതിരാളികൾ ടാക്ടിക്കലി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള മനോള മാർക്കസിന്റെ FC ഗോവയാണ്. ലാസ്റ്റ് സീസണിൽ ഹോം ആൻഡ് എവേ 2 മാച്ചിലും അവരെ നമ്മളെ പരാജയപ്പെടുത്തുകയാണ്. ഗോവയുടെ പ്രധാന ശക്തി അവരുടെ സിസ്റ്റം തന്നെയാണ്. മോസ്റ്റ്ലി 4-2-3-1 അല്ലെങ്കിൽ 4-3-3 ഫോർമേഷൻ ഉപയോഗിക്കുന്ന അവർ പൊസഷൻ ഫുട്ബോളാണ് കളിക്കുന്നത്. ബോൾ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്ത് ഷോർട്ട് പാസിംഗ് കോമ്പിനേഷൻ വഴി സ്ലോലി അറ്റാക്ക് ബിൽഡ് ചെയ്താണ് അവർ ഗോളുകൾ കണ്ടെത്തുന്നത്. ഗോവയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മനോളോ അവരുടെ ഫുൾ ബാക്സിനെ ഉപയോഗിക്കുന്ന രീതിയാണ്. ഫുൾ ബാക്സ് ഹൈ പുഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അറ്റാക്കിലേക്ക് വരുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ പ്ലെയറെ ലഭിക്കും. ഡേജാൻ ഡ്രാസിച്ച് ആണ് അവരുടെ മെയിൻ അറ്റാക്കിംഗ് ത്രെഡ്. ലെഫ്റ്റ് സൈഡിൽ നിന്നും ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും വളരെയധികം കേപ്പബിൾ ആണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അവരുടെ ബ്രൈസൺ ഫെർണാണ്ടസ്. കൗണ്ടർ അറ്റാക്കിലേക്ക് വരുമ്പോൾ മനോലോയുടെ ബിഗ്ഗസ്റ്റ് വെപ്പൺ ആണ് ബ്രൈസൺ. എന്നാൽ ഗോവയ്ക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഫിനിഷിങ്ങിലെ ഇൻകൺസിസ്റ്റൻസി ആണ് അവർക്ക് ഈ സീസൺ തലവേദനയായത്. നിരവധി ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫിനിഷിങ്ങിലെ പോരായ്മ അവർക്ക് പല മത്സരങ്ങളിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അവരുടെ മറ്റൊരു വീക്ക്നെസ് ഹൈ ഡിഫൻസ് ലൈനിൽ നിന്നും ഫുൾ ബാക്കുകൾ അറ്റാക്കിന് വേണ്ടി പോകുമ്പോൾ വിങ്സിൽ വലിയ സ്പേസ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് കാജു, കെവിൻ തുടങ്ങിയ താരങ്ങളെ ഉപയോഗിച്ച് അവരുടെ ഡിഫൻസ് എക്സ്പോസ് ചെയ്യാൻ ആ സ്പേസ് ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവയ്ക്കെതിരെ നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ടാവും. എന്തായാലും ഇതൊരു ടഫ് മാച്ച് ആയിരിക്കും. ഗോവയ്ക്ക് തന്നെയാണ് ഈ മത്സരത്തിൽ എഡ്ജ്. പക്ഷേ ഗോവയുടെ ബിൽഡപ്പ് സെറ്റിലാകാൻ വിടാതെ അവരെ പ്രസ് ചെയ്ത് ഫുൾ ബാക്കുകൾ നൽകുന്ന സ്പേസ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവയെ നമുക്ക് എക്സ്പോസ് ചെയ്യാനാകും. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാം.